പടത്തിന്റെ ഓപ്പണിംഗ് സീനില് ഈ പാസുമ മാസ്റ്റർ ആവട്ടെ ആ ഒരു വില്ലന്റെ കഴുത്ത് അത് വെട്ടിയെറിയാണ്. എല്ലാവരും അത് കണ്ട് ഒരു സെക്കൻഡ് ഷോക്കായിട്ട് നിൽക്കുമ്പോ ഇവിടെ വില്ലന് മാത്രം ഒരു കുലുക്കം ഉണ്ടാവില്ല. അപ്പൊ ഷിനോബീസ് അവര് പരസ്പരം പറയും, അങ്ങനെ അവസാനം ഒരു വില്ലന്റെ കാര്യത്തില് ഇപ്പൊ തീരുമാനായി. ആസുമ ഇവന്റെ മേലെ വിശ്വാസം അർപ്പിച്ചത് അത് വെറുതെ ആയില്ല. പക്ഷെ കാഗസു വില്ലൻ അവന്റെ കാര്യത്തില് ഇനി എന്ത് ചെയ്യും ചോദിക്കുമ്പോ അതിന് ഷിക്കമരു പറയും, അവന്റെ കാര്യത്തിലും ഞാൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കും. ഇവിടെ കാഗസു അവൻ ഹായ് ആയിട്ട് നിന്ന് ഇപ്പൊ ഹീഡന്റെ തലയെ നോക്കി അവൻ പറയാൻ തുടങ്ങും, നീയല്ലേ പറഞ്ഞത് നിനക്കെന്റെ സഹായം ആവശ്യമില്ലാന്ന്. അത് കേൾക്കുമ്പോ ഇപ്പൊ ആ ഒരു വില്ലന്റെ തല അത് സംസാരിക്കാൻ തുടങ്ങും. നിന്നോട് ഞാൻ അവസാന സമയം പറഞ്ഞതല്ലേ എന്നെ സഹായിക്കാൻ, പക്ഷെ നീ ചെയ്തില്ല. അതിന് കാഗസു പറയും, നീയാണ് പറഞ്ഞത് നിന്റെ ഫൈറ്റില് ഇടപെടാൻ പാടില്ലെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇടപെടാതിരുന്നത്. അത് കേട്ട് ഇപ്പൊ അസുമ, ഷിക്കമരു എല്ലാവരും ഷോക്കായി നിൽക്കും. വില്ലൻ കാഗസുവിനോട് പറയും, എന്റെ ബോഡി മാത്രം അതെങ്കിലും നീ എനിക്ക് തിരികെ തരണം. പക്ഷെ കാഗസു അത് മൈൻഡ് പോലും ചെയ്യില്ല. അവനെ പെട്ടിയെടുത്ത് ഇപ്പൊ മുൻപോട്ട് നടക്കാൻ തുടങ്ങും. കാഗസു ഉടനെ ഇപ്പൊ ചാടി വന്ന് അവന്റെ തല പൊക്കിയെടുക്കും. അതിനവൻ ടെൻഷനായിട്ട്, എന്റെ തല മാത്രം കൊണ്ടുപോകരുത്, എന്റെ ബോഡിയും കൂടി എടുക്ക്. അപ്പൊ കാഗസു പറയും, നിന്റെ തലയ്ക്കാണ് വെയിറ്റ് കുറവ്. വില്ലൻ ആ വേദനയില് ഇപ്പൊ നിലവിളിച്ച് കരയുമ്പോ ഇവിടെ അസുമയാവട്ടെ അവൻ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. ഇവനെ കൊന്നു കളഞ്ഞിട്ടും ഇവന്റെ ജീവൻ അത് നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ ഷിക്കമരുവിന് മനസ്സിലാവും അവനൊരു ഇമ്മോർട്ടൽ ആണ്. അവന്റെ തല അതവന്റെ ബോഡിയില് വീണ്ടും കണക്ട് ചെയ്താൽ മാത്രമേ അവനെ കൊണ്ട് വീണ്ടും പഴയതുപോലെ ആവാൻ കഴിയൂ. ഇപ്പൊ നമ്മുടെ മുൻപില് ഒരൊറ്റ ഓപ്പണന്റേ ഉള്ളൂ. അവന്റെ തല അതവന്റെ ബോഡിയായിട്ട് ചേർന്നാൽ മാത്രമേ അവന് ജീവൻ തിരികെ കിട്ടൂ. അതുവരെ ഇപ്പൊ നമ്മുടെ മുൻപില് കാഗസു മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ കാഗസു അവൻ നിസ്സാരക്കാരനല്ല. അവന്റെ ഫാസ്റ്റ് കണ്ടാൽ തന്നെ അറിയാം അവന് അത്ര എളുപ്പത്തിലൊന്നും തോൽപ്പിക്കാൻ കഴിയില്ലാന്ന്. അവന്റെ പാർട്ട്ണർ മരിച്ചിട്ട് പോലും അവന് യാതൊരു കൂസലുമില്ല. മാത്രമല്ല, നമ്മൾ ഇത്രയും പേരുണ്ടായിട്ടും അവന്റെ മുഖത്ത് യാതൊരു പേടിയും കാണാനില്ല. അതിനർത്ഥം അവന്റെ പവർ അത് അത്രയ്ക്ക് കൂടുതലാണ്. ഷിക്കമൊരു ഓട്ടനെ ഇപ്പൊ കാഗസു എങ്ങനെ വീഴ്ത്താന്ന് പറഞ്ഞ് അവൻ അടുത്ത പ്ലാന് ഒന്നൊന്നോട്ട് ആലോചിക്കാൻ തുടങ്ങും. ഷിക്കമൊരു വലിഞ്ഞു തൂങ്ങി ഇപ്പൊ എങ്ങനെയൊക്കെ എഴുന്നേറ്റ് നിൽക്കും. പക്ഷെ ഓൾറെഡി അവന്റെ ലിമിറ്റ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പൊ അങ്ങനെ താഴെ വീഴും. അത് കാണുമ്പോ ഇപ്പൊ ആ ചൊനിയൻസ് അവർക്ക് ടെൻഷനാവും. ഷിക്കമരുവിന്റെ ലിമിറ്റ് അത് കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ആസുമ സെൻസായിക്ക് ഒരുപാട് പരിക്ക് പറ്റിയിരിക്കുകയാണ്. അപ്പൊ ചൊനിയൻസിനെ നോക്കി ഇപ്പൊ ആസ്മ മാസ്റ്റർ വിളിച്ചു പറയും, നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം, അവൻ ഏത് സമയത്തും അറ്റാക്ക് ചെയ്യാം. അപ്പൊ കാഗസു അവൻ ആ പെട്ടിയെടുത്ത് അസുമ മാസ്റ്ററുടെ തലയ്ക്ക് തന്നെ ഒരൊറ്റ അടി അടിക്കും. ആ അടിയില് അസുമ മാസ്റ്റർ കറങ്ങി അടിച്ച് താഴെ വീഴുമ്പോ വില്ലൻ ചാടി വന്ന് മുട്ടുമടക്കി അസുമ മാസ്റ്റർ ഇടിക്കുകയാണ്. എന്നിട്ട് ഹായ് ആയിട്ട് ഇപ്പൊ ചൊനിയൻസിന്റെ നേർക്ക് വരും. എന്നിട്ട് കാഗസു അവന്റെ തലയെടുത്ത് ഇപ്പൊ അവന്റെ ഉടലിൽ കണക്ട് ചെയ്യും. എന്നിട്ടൊരു പ്രത്യേക ത്രെഡ് വെച്ച് അതിപ്പോ സ്റ്റിച്ച് ചെയ്യും. വില്ലൻ ഒരുപാട് ഹാപ്പി ആവുമ്പോ ഇപ്പൊ കാഗസു ചോദിക്കും, നിന്റെ കൂടെ ഞാനും ഈ ഫൈറ്റിൽ കൂടിക്കോട്ടെ. അപ്പൊ അതേ സമയത്ത് ഇവിടെ നമ്മുടെ ആൾക്കാര് അത് കണ്ട് ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. ചൊനിയൻസ് പറയും, ഇനി നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ഇനി നമ്മുടെ അവസരമാണ്. അവര് രണ്ടുപേരും കീസമേ കൊട്ടക്സു എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യാനായിട്ട് ചാടി ചാടി നിൽക്കും. അതിലൊരുത്തൻ ഇപ്പൊ ജെല്ലി പോലുള്ള എന്തോ ഒരു സാധനം പുറത്തേക്കെടുത്ത് വില്ലന്റെ നേർക്ക് ഇപ്പൊ ആഞ്ഞടിക്കും. മുഖത്ത് കെട്ടുള്ളവൻ അവൻ വുഡ് ജിപ്സ് പോലെ എന്തോ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് അതുപയോഗിച്ചും വില്ലനെ അടിക്കാനായിട്ട് വരും. പക്ഷെ കാഗസു അവനെ വെട്ടിത്തിരിപ്പിച്ച് അവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവും. കാഗസു ഹായ് ആയിട്ട് പറയും, നിങ്ങളുടെ ടെക്നിക്സ് അത് ഓൾറെഡി ഞാൻ മനസ്സിലാക്കിയിരുന്നു. അപ്പൊ അവരുണ്ടാക്കിയ ആ ഒരു ജെല്ല് ഇപ്പൊ കുഴിയിലേക്ക് വീഴുന്നതായിട്ട് അവര് കാണും. കാഗസു വീണ്ടും അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോ അവരാവട്ടെ ആ ഒരു ജെല്ലി അത് പൊട്ടിത്തെറിപ്പിച്ച് വീണ്ടും കാഗസു അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ മുഖത്ത് കെട്ടുള്ള നമ്മുടെ ആള് അവൻ ഉഷാറായിട്ട് വലിയൊരു ചുറ്റിക പോലുള്ള സാധനം എടുത്ത് വില്ലനെ അടിക്കാനായിട്ട് വരും. പക്ഷെ അപ്പോഴേക്കും കാഗസു അവന്റെ കൈ വെച്ച് അവന്റെ കഴുത്തില് അമർത്തി പിടിക്കുകയാണ്. അപ്പൊ അത് കണ്ട അടുത്ത ചൊനിയനാവട്ടെ അവൻ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോ വില്ലൻ കൂളായിട്ട് ഇപ്പൊ അവനെയും പിടിച്ചു വെക്കും. അങ്ങനെ അവരെ രണ്ടുപേരെയും ഇപ്പൊ വില്ലൻ മടക്കി ലോക്ക് ചെയ്യുമ്പോ ഷിക്കമരു ആവട്ടെ അവൻ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഇപ്പൊ വണ്ടടിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഹീഡൻ അവൻ ആ സർക്കിളിലേക്ക് കയറി നിന്ന് ഇപ്പൊ വീണ്ടും ആസുമയെ കൺട്രോൾ ചെയ്ത് അവന്റെ തല വെട്ടാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. അതിന് ആസുമ അവന്റെ കത്തി എടുത്ത് വില്ലന്റെ അടുത്തേക്ക് ഓടിയെടുക്കും. പക്ഷെ വില്ലൻ ആസുമയെ വെട്ടിത്തിരിപ്പിച്ച് അവന്റെ ആ ഒരു വലിയ ടൂൾ എടുത്ത് ആസുമയ്ക്ക് നേരെ വലിച്ചെറിയും. അപ്പൊ നമ്മുടെ ഷിക്കമരു ആ ടൂള് വരുന്നത് കണ്ട് ഇപ്പൊ നിലവിളിക്കും, ആസുമ മാസ്റ്റർ. അവനും അവന്റെ ടൂളും നിന്റെ തൊട്ട് പിന്നാലെ ഉണ്ട്. ആസുമ ചാടി മറിഞ്ഞ് ഇപ്പൊ മുൻപോട്ട് ഓടുമ്പോ ആ ടൂള് അതങ്ങനെ കറങ്ങി വന്ന് വില്ലന്റെ ബോഡി തന്നെ തറച്ചു കയറും. ഹാവ്,
മാസ്റ്റർക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ഷിക്കമരു ശ്വാസം വലിച്ചു വിടും. പക്ഷെ പെട്ടെന്ന് ഇപ്പൊ അസുമ മാസ്റ്റർ ആവട്ടെ രക്തം ഛർദ്ദിക്കാൻ തുടങ്ങും. അപ്പോഴായിരിക്കും അവര് കാണുക ആ ഒരു വില്ലൻ അവൻ വീണ്ടും ആ സർക്കിളിലേക്ക് വന്നു. അസുമ മാസ്റ്ററുടെ മുകളിലുള്ള ആ ഒരു കേഴ്സ് അത് വീണ്ടും സ്റ്റാർട്ടായി. പക്ഷെ ഷിക്കമരുവിന് അത് കണ്ട് സഹിക്കാനാവില്ല. അവൻ അസുമ മാസ്റ്റർ അടുത്തേക്ക് ഇപ്പൊ ഓടി വന്നോണ്ടിരിക്കുകയാണ്. അതേസമയം അവൻ ഫ്ലാഷ് ബാക്കും ആലോചിക്കും. ഷിക്കമരു ഓൾറെഡി അവന്റെ മറ്റൊരു പ്ലാന് അസുമ മാസ്റ്ററോട് പറഞ്ഞിരുന്നു. അതിന് മാസ്റ്റർ പറയും, വേണ്ട വേണ്ട, അതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞ അതേ മെത്തേഡ് അത് നീ ഫോളോ ചെയ്താൽ മതി എന്ന് പറയുമ്പോ ഷിക്കമരു പറയും, എന്റെ ടാറ്റിക്സ് അത് വളരെ നല്ലതാണ്. ആദ്യം ഞാൻ എന്റെ ഷാഡോ സ്റ്റിച്ചിങ് മെത്തേഡ് ഉപയോഗിച്ച് അവനെ സ്റ്റിച്ച് ചെയ്ത് പിടിക്കാം. ആ സമയത്ത് മാസ്റ്റർ കറക്റ്റ് ആയിട്ട് അവന്റെ കഥ കഴിച്ചാൽ മതി. അപ്പോ എല്ലാം തന്നെ വളരെ പെട്ടെന്ന് സ്മൂത്ത് ആയിട്ട് കഴിയും. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ലോങ് റേഞ്ചിൽ നിന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് വില്ലനെ പിടിച്ചു വെക്കാൻ കഴിയും. ആസുമ മാസ്റ്റർ മുമ്പിൽ നിന്ന് ഫൈറ്റ് ചെയ്യ്, ഞാൻ ബാക്കപ്പ് ആയിട്ട് നിന്ന് മാസ്റ്ററിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു തരാന്ന് ഷിക്കമരു പറയും. അതിന് മാസ്റ്റർ പറയും, നിന്റെ പ്ലാൻ അത് അടിപൊളിയാണ്. നമ്മുടെ ഗ്രാമത്തിൽ തന്നെ ഏറ്റവും നന്നായിട്ട് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നത് അത് നീയാണ്. എന്റെ ടീമിന്റെ തന്നെ അഭിമാനം. അതുകൊണ്ട് നിനക്കൊരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ അനുവദിക്കില്ല. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാല് അത് നമ്മുടെ ഗ്രൂപ്പിന്റെ വലിയൊരു നഷ്ടമായിരിക്കും. കട്ട് ചെയ്താ ഇപ്പൊ ഷിക്കമരു ആസുമയുടെ അടുത്തേക്ക് ഓടി ഓടി വരികയാണ്. എന്റെ തെറ്റുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഞാനൊരു നല്ല സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ ആസുമ സെൻസായിക്ക് ഒരിക്കലും ഈ ഒരു ഗതി വരില്ലായിരുന്നു. അവൻ ആലോചിച്ച് നോക്കും ആസുമ പറഞ്ഞ ഓരോ കാര്യങ്ങളും. എതിരാളെ തോപ്പിക്കണമെങ്കിൽ ചില സമയങ്ങളിൽ റിസ്ക് മൂവ് എടുത്തേ കഴിയൂ. ഇതെന്റെ തെറ്റാണ്, എന്റെ മാത്രം തെറ്റാണെന്ന് പറഞ്ഞ് ഷിക്കമരു ഉഷാറായിട്ട് ഓടും. പക്ഷെ അവന്റെ കാല് തട്ടി അവൻ അങ്ങനെ താഴേക്ക് വീഴും. ഇപ്പൊ ഹീഡൻ അവൻ ആസുമയോട് ചോദിക്കും, നിനക്ക് വേദന എടുക്കുന്നുണ്ടോ? ശരിക്കുള്ള വേദന അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് കത്തിയെടുത്ത് വീണ്ടും വീണ്ടും അവൻ അവനെ തന്നെ കുത്തും. ആ വേദന അത് ആസുമയ്ക്ക് 10 മടങ്ങായിട്ട് വന്ന് അവന് സഹിക്കാൻ കഴിയില്ല. നിന്റെ വേദന അതെനിക്ക് സന്തോഷം തരികയാണെന്ന് പറഞ്ഞ് വില്ലനാവട്ടെ അവൻ സ്ക്വാഡ് എടുത്ത് പതിയെ അവന്റെ നെഞ്ചിനെ ലക്ഷ്യമാക്കി ഇപ്പൊ കൊണ്ടുവരും. ചൊനിയൻസ് ആവട്ടെ അത് കണ്ട് പേടിച്ചു വരച്ച് ഇപ്പൊ കണ്ണു പൂട്ടി നിൽക്കും. അതിന് കാഗസ് വിളിച്ചു പോവും, ഇനിയും സമയം കളയണ്ട, വെട്ടിക്കൊല്ലവനെ. വില്ലൻ ആ കത്തിയെടുത്ത് അവന്റെ തന്നെ നെഞ്ചിലേക്ക് ഇപ്പൊ കുത്തിയിറക്കും. ആസുമയ്ക്ക് അനക്കം ഉണ്ടാവില്ല. അവൻ രക്തം തുളുമ്പി അങ്ങനെ താഴേക്ക് വീഴും. ഇവിടെ കുറേണ മാസ്റ്റർ അവൾ ഇപ്പോഴും ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിലൊരു പൂ അതങ്ങനെ അടർന്ന് ഇപ്പൊ താഴേക്ക് വീഴും. കുറേണയ്ക്ക് ടെൻഷനാവും. ആസുമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് അവൾ ടെൻഷൻ ആവാൻ തുടങ്ങും. അതേസമയം ആസുമ അവൻ അങ്ങനെ ഇപ്പൊ താഴേക്ക് വീഴും. വില്ലനാണെങ്കില് വലിയൊരു ദീർഘനിശ്വാസം വലിച്ചു വിടും. അങ്ങനെ ഒരു വിധത്തില് ഇവന്റെ കഥയും കഴിഞ്ഞു എന്ന് പറയുമ്പോ ഇവിടെ ഷിക്കമരു ആവട്ടെ നോ എന്ന് പറഞ്ഞ് അലറിക്കാറി ഓടി വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.